أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 141-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ ഖാദിമുകളായി നമ്മെ കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആൻ തെറ്റുകൂടാതെ ഒരുപാട് ഓതാനും അതുവഴി വിശുദ്ധ ഖുർആനിൻ്റെ പൊരുത്തം കിട്ടാനും അങ്ങനെ സ്വർഗത്തിലെത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കാരണമായി തദ്രീബ് നമ്മിൽ നിന്ന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമായതുകൊണ്ട് പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഓതാൻ. ആ പാരായണ നിയമങ്ങളുടെ വിശദമായ പഠനമാണ് ഒരർത്ഥത്തിൽ തദ്രീബിലൂടെ നടക്കുന്നത്, പ്ലസ് ഖുർആനിൻ്റെ പാരായണവും. അപ്പോൾ ആ നിയമങ്ങളിൽ ധാരാളം എണ്ണം നമ്മൾ എണ്ണി പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ പറഞ്ഞു. എന്നിട്ട് സൂറത്തു മറിയം കുറച്ചു ഭാഗം ഓതി. ഇന്ന് നമുക്കൊരു വിഷയത്തെ പറഞ്ഞു തുടങ്ങാനുണ്ട്, അതായത് മദ്ദുകൾ എന്നത്. ഖുർആൻ പാരായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദ്ദുകളെക്കുറിച്ച് അറിയുക, ഓതുമ്പോൾ മദ്ദുള്ളിടത്ത് ഉണ്ടാവുക എന്നത്. മദ്ദില്ലാത്തയിടത്ത് മദ്ദുണ്ടാവാൻ പാടില്ല. നിങ്ങൾ നോക്കിയേ, മദ് എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, നീട്ടൽ എന്നാണ് അല്ലേ? മലയാളത്തിൽ നമ്മളതിന് അങ്ങനെ അർത്ഥം പറയൽ. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ. സിയാദ എന്നൊക്കെയാണ് അതിന് അറബി ഭാഷാർത്ഥമൊക്കെ ആയിട്ട് പറയൽ. ശരി, നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. മദ് എന്ന് പറഞ്ഞാൽ നീട്ടൽ. അതായത് ചില അക്ഷരങ്ങളെ നീട്ടി പറയേണ്ടി വരും, അവിടെ നീട്ടേണ്ടി വരും. നീട്ടാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്, നീട്ടരുത്. എന്താ അപ്പം അവിടെ നീട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, സാധനം മാറും അല്ലേ? കപ്പി കുടിച്ചു എന്നതും കാപ്പി കുടിച്ചു എന്നതും നോക്കിയേ നിങ്ങൾ അല്ലേ? കപ്പി കുടിച്ചു, കാപ്പി കുടിച്ചു. കപ്പിയും കാപ്പിയും രണ്ടാണ്. കപ്പി എന്നതിലെ കാഫിൻ്റെ ഫതഹിനെ അല്പം നീട്ടിയപ്പോൾ കാപ്പിയായി. പത്രം എന്നത് പാത്രമായതുപോലെ, മുക്ക് എന്നത് മൂക്കായതുപോലെ, തടി എന്നത് താടിയായതുപോലെ. അപ്പോൾ സാധനം തന്നെ മാറുന്നു, ചെറിയൊരു നീളൽ കാരണം. ഇത് നമുക്കൊക്കെ മനസ്സിലാകുന്ന മലയാളത്തിലെ 2 ഉദാഹരണങ്ങളാണെങ്കിൽ വിശുദ്ധ ഖുർആനിലും അങ്ങനെ തന്നെയാണ്, അറബി ഭാഷയിലും അങ്ങനെ തന്നെയാണ്. ഫഅൽന എന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകൾ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. ഫഅൽന, ആ ന എന്നത് ഒരല്പം നീട്ടിയാൽ ഫഅൽന എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ചെയ്തു എന്ന അർത്ഥം കിട്ടുക. അതിൽ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ഒരു അർത്ഥം ഇതിന് ഉണ്ടാവാനുള്ള കാരണം ന ആയതുകൊണ്ടാണ്. കുറച്ച് നീട്ടിയുണ്ട്. ഫഅൽനാ വേണോ? വേണ്ട. അപ്പോൾ അത്രയും
വിശാലമായ അർത്ഥത്തിലേക്ക് പോകും ചെറിയൊരു നീട്ടൽ കൊണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്കറിയുകയും ചെയ്യാം, ഖുർആനെ സംബന്ധിച്ചിടത്തോളം തെറ്റാവണമെങ്കിൽ അല്ലെങ്കിൽ കുറ്റം കിട്ടണമെങ്കിൽ അർത്ഥം മാറിക്കൊള്ളണം എന്നൊന്നുമില്ല. ഉള്ള അവസ്ഥയിൽ നിന്നും മാറി എങ്ങനെ ഓതിയാലും അത് കുറ്റം തന്നെയാണ്. ചുരുക്കത്തിൽ മദ്ദുകളെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ. എവിടെയാണ് മദ്, എത്രയാണ് നീട്ടേണ്ടത്, എങ്ങനെയാണത് നീട്ടേണ്ടത്, ഇതൊക്കെ അറിയണം. അതുകൊണ്ട് മദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് പറയാം. അലിഫ് കൊണ്ട് ഫത്ഹിൻ്റെ ശബ്ദത്തിനെയും യാ കൊണ്ട് കസ്റിൻ്റെ ശബ്ദത്തെയും വാവ് കൊണ്ട് ലമ്മിൻ്റെ ശബ്ദത്തെയും നീട്ടുന്നതിനാണ് പൊതുവെ മദ് എന്ന് പറയുന്നത്. ഓക്കെ, ആതൂനി ആതൂനി. അപ്പോൾ ആ എന്ന് പറഞ്ഞെടുത്ത് ഹംസൻ്റെ ഫത്ഹിനെ നീട്ടി അലിഫ് കൊടുത്ത് ആ. തൂ താൻ്റെ ദമ്മിനെ നീട്ടി വാവ് കൊടുത്തു. നീ നൂനിൻ്റെ കസറിനെ നീട്ടി യാ കൊടുത്ത്. നൂഹീഹ ഉണ്ടോ, അവിടെ അങ്ങനെ തന്നെ. ആതൂനി നൂഹീഹ. ഇവിടെയൊക്കെ ഈ പറഞ്ഞ രൂപത്തിലാണ് നീളൽ വന്നിട്ടുള്ളത്. വിശദമായി ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. അപ്പോൾ മദ്ദെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു. അപ്പോൾ മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നീട്ടാൻ വേണ്ടി വരുന്ന അലിഫ് വാവ് യാ എന്നത്. അലിഫ് എന്നത് നീട്ടാനേ വരൂ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അലിഫ് എന്നത് മദ്ദക്ഷരമായി മാത്രമേ വരൂ. വാവും യാവും അങ്ങനെയല്ല, നീട്ടാനും വരും നീട്ടാനല്ലാതെയും വരും. രണ്ട് രൂപത്തിൽ വരും. വലം എന്ന് പറഞ്ഞിടത്ത് വാവ് മദ്ദക്ഷരമല്ല. യകുല്ലഹു എന്ന് പറഞ്ഞ യ മദ്ദക്ഷരമല്ല, മദ്ദക്ഷരമായി വരുന്നു യാ വാവ് എന്നീ രണ്ടക്ഷരങ്ങളെ അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ടു നീ എന്ന് പറഞ്ഞെടുത്ത് ടു വാവ് മദ്ദക്ഷരമാണ്, നീ യാ മദ്ദക്ഷരമാണ്. ഇങ്ങനെ ഇതാണ് മദ്ദക്ഷരം എന്ന് പറയുന്നത്. ഇപ്പം മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, മദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും നമ്മൾ പറഞ്ഞു. മദ്ദുകൾ പൊതുവെ രണ്ട് ഐറ്റം ഉണ്ട്, ശ്രദ്ധിക്കണം. മദ്ദുകൾ പൊതുവെ രണ്ട് ഐറ്റം ഉണ്ട്, രണ്ട് ഇനം ഉണ്ട്. സ്ക്രീനിൽ നോക്കിയേ, ആ രണ്ട് മദ്ദുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. അൽ മദ്ദുൽ അസ്ലി, അൽ മദ്ദുൽ ഫർഈ. ഇതാണ് രണ്ട് ഐറ്റം മദ്ദുകൾ. അൽ മദ്ദുൽ അസ്ലി, അൽ മദ്ദുൽ ഫർഈ. ആദ്യം നമുക്ക് അൽ മദ്ദുൽ അസ്ലിയെ കുറിച്ച് പറയാം. എന്താ മദ് അസ്ലി എന്ന് പറഞ്ഞാൽ? മദ് അസ്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വ്യത്യസ്ത വാചകങ്ങൾ കൊണ്ട് അവരോട് പറയാം. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ കേട്ടോളൂ. മദ്ദക്ഷരത്തിൻ്റെ ശേഷം മദ്ദക്ഷരത്തിൻ്റെ ശേഷം, മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, നീട്ടാൻ വരുന്ന അലിഫ് വാവ് യാ അല്ലേ. മദ്ദക്ഷരത്തിനു ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്തപ്പോൾ ഉള്ള നീട്ടൽ, അതിനാണ് മദ് അസ്ലി എന്ന് പറയുക. ഇപ്പോൾ ആതൂനി നോക്കി, ആതൂനി ആ ഹംസൻ്റെ ഫത്ഹിനെ നീട്ടാൻ അലിഫ് വന്നു, അതിന് ശേഷം ഹംസയും ഇല്ല സുക്കൂനും ഇല്ല. മദ്ദക്ഷരത്തിനു ശേഷം തൂ അവിടെയില്ല, നീ അവിടെയില്ല, നൂഹീഹ മൂന്ന് മദ്ദക്ഷരം. ആ മൂന്ന് മദ്ദക്ഷരത്തിൻ്റെ ശേഷവും ഹംസയും ഇല്ല സുക്കൂനും ഇല്ല. അപ്പോൾ വന്നാലോന്ന് അത് പറയാ, നിങ്ങൾ സബൂറായി. രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, ഓരോന്നിലും മദ്ദക്ഷരം മൂന്നും വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയും ഇല്ല സുക്കൂനും ഇല്ല. അങ്ങനത്തെ മദ്ദിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. വേഗം മനസ്സിലാവാനാണ് ഇങ്ങനെ ഒരു രൂപത്തിൽ പറഞ്ഞത്. ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും, എന്താണ് മദ് അസ്ലി? മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസയോ സുക്കൂനോ ഇല്ലാത്ത മദ്ദുകൾക്കാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. ഇതിന് മദ്ദക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ അളവ് മാത്രം നീട്ടുന്ന മദ്ദിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത് എന്നൊക്കെ വേറെയും ഇബാറത്ത് ഇടാം. മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ശൈലിയാണ് ഞാൻ ആദ്യം സ്വീകരിച്ചത്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസയില്ല സുക്കൂനുമില്ല, പക്ഷെ മദ്ദക്ഷരം ഉണ്ടല്ലോ, അപ്പോൾ അതിനെ നീട്ടണമല്ലോ, അതിനാണ് മദ് അസ്ലി എന്ന് പറയുക. അപ്പോൾ ഒരു ചോദ്യം, അതെത്രയാണ് ഉസ്താദെ നീട്ടേണ്ടത് എന്ന് സ്വാഭാവികമായൊരു ചോദ്യം വരും. അതെത്രയാണ് നീട്ടേണ്ടത് എന്ന്. അതിനുതാ
ഒരു വെറൈറ്റി മറുപടി. കേട്ടോളേ, മദ് അസ്ലി എത്രയാണ് നീട്ടേണ്ടത്? കേട്ടോ. നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ നീട്ടി എന്നു പറയാൻ എത്ര നീട്ടിയാൽ മതിയോ അത്ര നീട്ടുന്ന മദ്, അതാണ് മദ് അസ്ലി. അതാണ് അതിൻ്റെ ഖദർ. എങ്ങനെ നീട്ടിയോ എന്ന് ചോദിച്ചാൽ ഒരാൾ ചോദിക്കുകയാണ്, തടി എന്നതിലെത്ത ഒന്ന് നീട്ടി വായിച്ചേ. താടി ഇപ്പത്താ നീട്ടിയോ? അതെ നീട്ടി. അപ്പം അത്ര നീട്ടിയാൽ മതി, അതാണ് മദ് അസ്ലി. ത ഒന്ന് നീട്ടി വായിച്ച്, തടി എന്നതിൽ താനൊന്ന് നീട്ടി വായിച്ചേ. താടി അങ്ങനെ പറയണോ? നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ നീട്ടി എന്ന് പറയാൻ എത്ര നീട്ടണോ? വേണ്ടല്ലോ. കാപ്പി കുടിക്കണം അല്ലേ? അത്ര നീട്ടൂല. കപ്പി കുടിച്ചാൽ പോരാ, കാപ്പി കുടിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു അലിഫ്, 2 ഹർക്കത്ത്, അതൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഒക്കെ മുമ്പ് നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ നീട്ടി എന്ന് പറയാൻ എത്ര നീട്ടിയാൽ മതിയോ അത്ര നീട്ടുക. ഇതാണ് മദ് അസ്ലീൻ്റെ ലെങ്ത്, ഖദർ, ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി കേട്ടോ, ഹറക്കത്തുള്ള ഒരക്ഷരം പറയുന്ന സമയം ഇങ്ങനത്തെ 2 പറയുന്ന സമയത്തിനാണ് ഒരു അലിഫിൻ്റെ സമയം എന്ന് പറയുക. ഖദർ എന്ന് പറഞ്ഞ സമയം. അപ്പോൾ ഈ 2 മാ പറഞ്ഞില്ലേ, ആ സമയത്തിനാണ് ഒരു അലിഫിൻ്റെ ഖദർ എന്ന് പറയുക. അപ്പോൾ ഒരു മാ പറയുന്ന ഖദറോസ്താദേ, അതിന് മറുപടി ഒരു ഹറക്കത്തിൻ്റെ സ്പേസ് എന്നതിന് പറയാം. 2 ആകുമ്പോൾ ഒരു അലിഫിൻ്റെ ഖദറാകും. അതിപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി പോകണം. കുറച്ച് കഴിഞ്ഞാൽ 6 ഹറക്കത്ത് 3 അലിഫ് എന്നൊക്കെ പറയുക. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് നിങ്ങൾ തന്നെ പറഞ്ഞത്. മദ് അസ്ലീൻ്റെ ഖദർ എത്രയാണ്? ഒരലിഫ്. അതായത് നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ നീട്ടി എന്ന് പറയാൻ ആവശ്യമായ അളവ്. മദ് അസ്ലി. ഓക്കെ. ഇനി മദ് അസ്ലീനെ കുറിച്ചൊരു പാട്ട് കേട്ടോക്കേ. തടി താടിയാക്കാൻ മുക്ക് മൂക്കാക്കാനും നീട്ടേണ്ട ഒരളവ് അസ്ലിയിൽ ചെയ്യാനും പാടുള്ളൂ. ഒന്നൽപ്പമേറെ നീട്ടി നോക്കൂ മൂക്ക്, കേൾക്കുന്നവൻ പറയും ഇവൻ നിലപ്പോക്ക് അല്ലേ? മൂക്ക് എന്നെടുത്ത് മൂക്ക് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സുഖല്ലേ എന്ന് ചോദിക്കും. ഇത്ര തന്നെ, അതുതന്നെ. ഇപ്പം മദ് അസ്ലി നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇത്രയേ മദ് അസ്ലീനെ കുറിച്ച് പറയാനുള്ളൂ. ഇത് ഒരലിഫിൻ്റെ ഖദറേ നീട്ടാവൂ. എന്ന് പറയുന്ന സമയം ഓത്തിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും പറയേണ്ടത്. ഹൈ സ്പീഡിൽ ഓതുകയാണെങ്കിൽ ആയിരിക്കും. വളരെ സ്ലോ ആണെങ്കിൽ അത്രയായിരിക്കും. അതൊക്കെ നമുക്ക് പറയാം, പാട്ടും പാടി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി മദ് അസ്ലീനെ കുറിച്ച് കൂടുതൽ ചർച്ചയില്ല. ഇനി 2ാമത്തെ മദ്ദാണ് അൽ മദ്ദുൽ ഫർഈ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മദ് അസ്ലി ഒരിക്കലും കൂടുതൽ നീട്ടാൻ പാടില്ല. മദ് അസ്ലി എങ്ങാനും കൂടുതൽ നീട്ടിയാലുണ്ടല്ലോ സുബ്ഹാനല്ലാഹ്, അത് അപകടാവസ്ഥയാണ്. വലിയ ചില ആളുകൾ അർ-റഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ അല്ലേ? ആമന റസൂൽ ഓതുമ്പോൾ മാ ലാ ത്വാഖത ലനാ ബിഹി. എന്താണ് ത്വാഖത ലനാ? ഇന്ന സാഅത. കുറേ ആളുകൾ ഒരുമിച്ച് ചെയ്യുന്ന ചില മദ്ദുകളുണ്ട്. അവിടെ നിന്നും മദ് കൂടുതൽ നീട്ടാൻ പാടില്ലാത്ത മദ്ദാണ്, അസ്ലിയായ മദ്ദാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓതാം. അതിൽ അസ്ലിയായ മദ് വന്നതും അതിൻ്റെ ഖദറും ഒക്കെ നോക്കിയിട്ട് അങ്ങനെ ഓതാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശരി. ഏത് സൂറത്താണ്? സൂറത്തു മറിയം. തുടങ്ങാം. 16ാമത്തെ ആയത്ത് മുതലാണ് ഓതാനുള്ളത്. ശ്രദ്ധിക്കട്ടോ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. നോക്കിയേ, ഒരുപാട് മദ്ദ അസ്ലികൾ വന്നു, മുമ്പ് പഠിച്ച നിയമങ്ങൾ ധാരാളം വന്നു. നോക്കിയേ, واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا واذكر في الكتاب مريم في الكتاب لا തായിൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ്. ഖുർആൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകതയായിട്ട് അലിഫ് വലിയ മെയിൻ അലിഫ് എഴുതാതെ കുഞ്ഞ് അലിഫൊക്കെ എഴുതി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അത് വേറെ വിഷയം, വേറെ പഠിക്കേണ്ടതാണ്. ഇതിൻതബദത്, അവിടെ ഇതിൻതബദത് എന്ന സുക്കൂനുള്ള നൂന് ശേഷം താ വന്ന ഇഖ്ഫ ഉണ്ട്. മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ, മിൻ അഹ്ലിഹ ഉണ്ടോ, അഹ്ലിഹ ഹാൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ് വന്നു. ശേഷം ഹംസുല്ല സുക്കൂനുമില്ല, പിന്നെന്താ ഉള്ളത്, ഫതഹുള്ള മീമാണ്. അതുകൊണ്ട് മിൻ അഹ്ലിഹ മകാനൻ പറ്റൂല. നീട്ടി ചോദിച്ചാൽ നീട്ടി എന്ന് പറയാൻ അത്ര നീട്ടണോ? വേണ്ടല്ലോ. മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ, മകാനൻ വേണോ? വേണ്ട. എന്താണ്? മദ്ദക്ഷരത്തിന് ശേഷം ഹംസല്ല, സുക്കൂനുമില്ല. ശർഖിയ, അവിടെ നല്ലോണം ശ്രദ്ധിക്കണം. ശർഖിയ, യാഇന് തൻവീൻ ഫത്ഹ്, അലിഫ് അല്ലേ, ശേഷം ഹംസയില്ല, സുക്കൂനുമില്ല മദ്ദക്ഷരത്തിനു ശേഷം. അതുകൊണ്ട് മകാനൻ ശർഖിയ അത്ര മതി. ശർഖിയ വേണോ? വേണ്ട. فاتخذت من دونهم حجابا فأرسلنا إليها روحنا. ഓക്കെ, فاتخذت من دونهم, ദാലിൻ്റെ ദമ്മിനെ നീട്ടാൻ വാവ് വന്നു, ദൂ. ശേഷം ഹംസല്ല, സുക്കൂനുല്ല, നൂനാവുന്നത് നൂനിന് തന്നെ കെസ്റാണ്, അതുകൊണ്ട് കൂടുതൽ നീട്ടൂല. മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ. ഓക്കെ, ഹിജാബൻ ഫഅർസൽനാ. ഓക്കെ, ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. അവിടെ കൂടുതൽ നീട്ടാൻ കാരണം മദ്ദക്ഷരം ശേഷം ഹംസ വന്നു. ഫഅർസൽനാ, നൂനിൻ്റെ ഫതഹിനെ നീട്ടാൻ അലിഫ് കൊടുത്ത് നീട്ടിയില്ലേ. ഫഅർസൽനാ ഇലൈഹാ, ഈ ഹംസ വന്നു. അതുകൊണ്ട് ഫഅർസൽനാ ഇലൈഹാ പോരാ. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ. റൂഹന അല്ലേ, റാഇൻ്റെ ദമ്മിനെ നീട്ടാൻ വാവ് റൂ, ശേഷം ഹ ആണ്, ഹംസല്ല. റൂഹന, നൂനിൻ്റെ ഫത്ഹിനെ നീട്ടാൻ അലിഫ്. ഫതമസ്സല, പിന്നെ ഫയാണ്, ഹംസല്ല, സുക്കൂനില്ല. ചുരുക്കത്തിൽ മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസയുമില്ല, സുക്കൂനുമില്ല, എന്നാൽ അത് മദ് അസ്ലിയാണ്.
അതിനെ കൂടുതൽ നീട്ടേണ്ടതില്ല, കുറച്ച് നീട്ടിയാൽ മതി. എത്ര നീട്ടണം? നീട്ടിയോ എന്ന് ചോദിച്ചാൽ അതെ നീട്ടി എന്ന് പറയാൻ ആവശ്യമായ നീട്ടൽ മതി. ഓക്കെ അല്ലേ? ഇൻഷാ അല്ലാഹ്. قالت إني أعوذ بالرحمن منك إن كنت تقيا. قالت إني أعوذ ഉണ്ടോ? ഇന്നി നൂനിൻ്റെ കസറിനെ നീട്ടാൻ യാ വന്നു, ശേഷം അഊദുവിലെ ആ വന്നു, അതുകൊണ്ട് കൂടുതൽ നീട്ടണം. ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. قال إنما أنا رسول ربك لأهب لك غلاما زكيا. ഓക്കെ, قال إنما أنا رسول ربك. അല്ലേ, അന, ആ അനൻ്റെ അലിഫിൻ്റെ മുകളിലുള്ള റൗണ്ട് അത് വിശദമായി പഠിക്കേണ്ടതാണ് അല്ലേ? നേരത്തെ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ. ഗുലാമൻ സകിയ. قالت أنى يكون لي غلام ولم يمسسني بشر. قالت أنى يكون لي غلام ولم يمسسني بشر. غلام ولم നിയമങ്ങൾ പഠിച്ചത് ഇഷ്ടം പോലെ. ولم يمسسني بشر ولم أك بغيا. ولم أك بغيا. قال كذلك قال ربك هو علي هين. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة. ولنجعله آية للناس ورحمة منا. ഒരുപാട് നിയമങ്ങൾ എല്ലാം ശ്രദ്ധിക്കണം. وكان أمرا مقضيا. وكان أمرا مقضيا. باقي فحملته فانتبذت به مكانا قصيا. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا. قالت يا ليتني مت قبل هذا وكنت نسيا منسيا. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. okay? فحملته فانتبذت به. കുറേ ആളുകൾ അവിടെ ഫഹമലത്തുഹു ഫന്തബദത്. ഫഹമലത്തുഹു ഹൂനെ കുറച്ച് നീട്ടും, പറ്റില്ല. ഫന്തബദത് ഫന്തബത്ത് ഫന്ത 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 ഓ നോ. ഫന്തബദത് ബിഹി അല്ലേ, മകാനൻ ഖസിയ. فأجاءها المخاض. فجاء لا فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا. ليه مت قبل هذا وكنت نسيا منسيا. كنت نسيا منسيا. ചില ആളുകളുടെ ഓത്തിലുണ്ടാകും ഇവിടെ ഇങ്ങനെ ലാസ്റ്റ് എത്തുമ്പോഴേ ഒരു മദ്ദുൽ ലാസ്റ്റ് എന്നാ പറയുന്നത്. അല്ല എന്താ പറയുക, നിങ്ങൾ പറഞ്ഞു നല്ല ഉഷാറായി
قبل هذا وكنت نسيا منسيا. الله سبحان الله. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. ഓക്കെ, എങ്ങനെ فناداها من تحتها لا ألا تحزني قد جعل ربك تحتك سريا. قد جعل ربك تحتك سريا. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. വളരെ ശ്രദ്ധ വേണം. ബാക്കി فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. صدق الله العظيم. Okay. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما. فقولي إني فلن أكلم اليوم إنسيا. إخفاء يا നിർത്തുമ്പോൾ മദ്ദസ്ലി. فأتت به قومها تحمله
قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. ഓക്കെ, മാ കാന അബൂക്കി ഇംറഅ സൗഇൻ, ശ്രദ്ധിച്ചോദനം കേട്ടോ. ഫഅശാറത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني എന്നൊക്കെ ഓതും ഇവിടെ. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا. اوكي. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم قول الحق الذي فيه يمترون ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون وإن الله ربي وربكم فاعبدوه هذا صراط مستقيم فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. يوم عظيم ആകുന്നത് ശ്രദ്ധിക്കണം. أسمع بهم وأبصر يوم يأتوننا وأبصر റായിനെ നിർപ്പിച്ച് لكن الظالمون اليوم في ضلال مبين وأنذرهم റായിനെ തർക്കീഖ് يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. صدق الله العظيم. الله قبولാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്, എല്ലാ ഹലാലായ ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും തദ്രീബ് കുടുംബത്തിലെല്ലാവരെയും പടച്ച റബ്ബേ എല്ലാവിധ ഷർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്തുന്നവരിൽ സാധുക്കളായ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളെ ഉമ്മ ഉപ്പ, ഞങ്ങളെ കുടുംബക്കാർ, കൂട്ടുകാർ, വീട്ടുകാർ, ഞങ്ങളെ സ്നേഹിതന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة